ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടൊക്കെ ഇരിക്കുകയെന്ന് വിചാരിക്കുന്നു കേട്ടോ. അപ്പോൾ നമുക്ക് കുറച്ച് ദിവസമായിട്ടോ ഞാൻ വ്ളോഗൊക്കെ ഇട്ടിട്ട്, പക്ഷേ എന്നാലും കുറച്ച് ബിസി ആയിരുന്നു. ഇന്ന് എന്തായാലും ഒരു വ്ളോഗ് ഇടാമെന്ന് വിചാരിച്ചിട്ട് എടുത്ത വീഡിയോ ആയിരുന്നു കേട്ടോ അത്. അപ്പോൾ അതിരാവിലെ മുതൽ ഒരു 10 മണി വരെയുള്ള കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ളൊരു വ്ളോഗാണ് കേട്ടോ. അതുപോലെ തന്നെ രാവിലെ നമുക്കൊരു 10 മണിയാകുമ്പോഴത്തേനും നമ്മുടെ എല്ലാ അടുക്കളയിലത്തെ ജോലികളും വീട്ടിലത്തെ ജോലികളൊക്കെ തീർത്തിട്ട് നമുക്ക് എങ്ങനെ പകൽ കുറച്ച് നേരം ഒരു 4-5 മണിക്കൂർ ഫ്രീ ആയിട്ട് ഇരിക്കാൻ പറ്റും എന്നുള്ള കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ളൊരു വ്ളോഗ് കൂടിയാണ്. അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണുക. അതുപോലെ തന്നെ എൻ്റെ വീഡിയോസ് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എൻ്റെ വീഡിയോസൊക്കെ ഒന്ന് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. അതുപോലെ തന്നെ ഇപ്പോൾ രാവിലത്തെ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് ഞാനൊരു പ്ലാനിങ്ങോടുകൂടി ചെയ്യുന്നത്, അതുപോലെ തന്നെ രാവിലെ നമ്മുടെ വീട്ടിലത്തെ കാര്യങ്ങളൊക്കെ എത്രയും വേഗം തീർത്തിട്ട് നമുക്ക് കിച്ചണിൽ നിന്ന് നമുക്ക് പുറത്ത് വരാം. എന്താ വെച്ചാൽ നമുക്കിപ്പോൾ നല്ല ചൂടാണല്ലേ. അപ്പോൾ നല്ല ചൂടായത് കൊണ്ട് തന്നെ നമുക്ക് വെക്കേഷൻ കൂടി ആയതുകൊണ്ട് നമുക്ക് പിള്ളേരൊക്കെ വീട്ടിലുണ്ടാവും. അപ്പോൾ നമുക്ക് ഫുൾ ടൈം നമ്മൾ എപ്പോഴും അടുക്കളയിൽ തന്നെ നിൽക്കേണ്ട ഒരു അവസ്ഥയിലാണ്. അപ്പോൾ അങ്ങനെയല്ലാതെ നമുക്ക് വേഗം സ്കൂളിലുള്ള പോലെ തന്നെ നമുക്ക് എത്രയും വേഗം പണികളൊക്കെ തീർത്തിട്ട് നമുക്ക് കുറച്ച് പിള്ളേരുടെ കൂടെ സമയം സ്പെൻഡ് ചെയ്യാനും കൂടി പറ്റുന്ന പോലെയുള്ള കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ഞാനിന്ന് ചെയ്യുന്നത്. അപ്പോൾ ഇപ്പോൾ നമ്മളെല്ലാവരും വെക്കേഷൻ ആയതുകൊണ്ട് തന്നെ രാവിലെ സ്കൂളിലത്തെ തിരക്കൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ എല്ലാവരും വൈകിട്ടാണല്ലേ എഴുന്നേൽക്കുന്നത്. പക്ഷേ അങ്ങനെ വൈകി എഴുന്നേൽക്കുന്നത് കൊണ്ട് തന്നെ നമുക്കൊരു വൈകിട്ട് വരെയും നമ്മുടെ ജോലികളൊന്നും തീരാതെ തന്നെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് പിള്ളേരോടായിരിക്കും ചിലപ്പോൾ ദേഷ്യം വരിക. എന്താ വെച്ചാൽ വെക്കേഷൻ ആയതുകൊണ്ട് അവരുടെ കുറുമ്പും അവരുടെ വഴക്കും ഇടയിൽ നമുക്ക് ജോലിയും കൂടി ഉള്ളതുകൊണ്ട് നമുക്ക് ചിലപ്പോൾ ദേഷ്യം വരാം. അങ്ങനെയൊന്നും ഇല്ലാതെ നമുക്ക് അവരുടെ കൂടെ നല്ല ഫ്രീ ആയിട്ട് നമുക്ക് നമ്മുടെ ജോലികളൊക്കെ തീർത്ത് വെച്ചിട്ട് നമ്മൾ ഇരിക്കുകയാണെങ്കിൽ നമുക്ക് അവരുടെ കൂടെ കുറച്ച് നേരം സമയം സ്പെൻഡ് ചെയ്യാനും ദേഷ്യം വരാതെ അവരുടെ കളിക്കൊക്കെ കൂടെ നിൽക്കാനും ഒക്കെ സാധിക്കും. എന്നാൽ അവർക്ക് വെക്കേഷനിൽ മാത്രമാണ് അവർക്കൊരു റെസ്റ്റ്. പക്ഷേ നമ്മൾ ആ സമയത്ത് വെക്കേഷനിലായതുകൊണ്ട് തന്നെ നമ്മൾ അവരോട് ചീത്ത പറയുക, വീടൊക്കെ ഇങ്ങനെ മെസ്സി ആയിട്ട് ഇടുന്നതുകൊണ്ട് ചീത്ത പറയുക, അങ്ങനെയൊന്നും ചെയ്യാതെ നമ്മുടെ ജോലികളൊക്കെ നമുക്ക് പെട്ടെന്ന് തീർത്തിട്ട് നമുക്കും കൂടി പിള്ളേരുടെ കൂടെ കുറച്ച് നേരം സമയം സ്പെൻഡ് ചെയ്യാനും എല്ലാം പറ്റും. അപ്പോൾ നമ്മളെല്ലാവരും രാവിലെ സ്കൂളിൽ ഉള്ള പോലെ തന്നെ അതിരാവിലെ തന്നെ ഒരു 5 മണിക്കെങ്കിലും നമ്മൾ എഴുന്നേൽക്കുക, അല്ലെങ്കിൽ ഒരു 5:30 മണിക്കെങ്കിലും നമ്മൾ എഴുന്നേറ്റിട്ട് നമ്മുടെ കാര്യങ്ങളൊക്കെ ചെയ്യുക. രാവിലെ തന്നെ കുളിക്കാൻ ശ്രമിക്കുക. നമ്മൾ ചൂടായതുകൊണ്ട് നമ്മൾ കുറച്ച് വൈകി കുളിക്കുമ്പോഴാണ് നമുക്ക് നല്ലോണം ചൂട് അനുഭവപ്പെടുക. പക്ഷെ നമ്മൾ വെയിൽ വരുന്നതിന് മുമ്പ് തന്നെ നമ്മൾ കുളിക്കുകയാണെങ്കിൽ നമുക്ക് അത്രയും ചൂട് അനുഭവപ്പെടില്ല. ചൂടുണ്ടെങ്കിൽ കൂടി നമുക്ക് കുറച്ചുകൂടി നമുക്ക് ചൂടിന് ശമനം ഉണ്ടാവും കേട്ടോ. അതുകൊണ്ട് തന്നെ ഞാൻ രാവിലെ എഴുന്നേൽക്കും. അതുപോലെ തന്നെ നമുക്ക് വിളക്ക് വെക്കലും കാര്യങ്ങളൊക്കെ രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ നമുക്ക് ആ കാര്യങ്ങളൊക്കെ രാവിലെ തന്നെ കഴിയുമല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ രാവിലെ എഴുന്നേൽക്കുക എല്ലാവരും ശ്രദ്ധിക്കുക. നമ്മൾ രാവിലെ എഴുന്നേറ്റ് തന്നെ നമ്മുടെ എല്ലാ കാര്യങ്ങളും പെട്ടെന്ന് തന്നെ തീർക്കാം കേട്ടോ നമുക്ക്. അതുകൊണ്ട് തന്നെ ഒരു രാവിലെ 5-5:30 മണിയാകുമ്പോഴേക്കും തന്നെ എഴുന്നേൽക്കുക. അതിനുശേഷം നമുക്ക് കുളിക്കുക, നമ്മുടെ രാവിലത്തെ വിളക്ക് വെക്കലൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നേരെ നമ്മൾ കിച്ചണിലോട്ട് വരികയാണ് കേട്ടോ ഞാൻ ചെയ്യാറ്. അപ്പോൾ രാവിലെ ഇപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നതിന് മുമ്പ് തന്നെ ഉച്ചക്കലത്തെ ഉള്ള കറികളും ഉപ്പേരികളൊക്കെ ആക്കി വെച്ചതിന് ശേഷം കേട്ടോ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ജോലികളൊക്കെ നോക്കാറുള്ളൂ. എന്താണെന്ന് വെച്ചാൽ പിള്ളേരൊക്കെ ഇപ്പോൾ വെക്കേഷൻ ആയതുകൊണ്ട് അവർ വൈകിട്ട് എഴുന്നേൽക്കുള്ളൂ അല്ലേ. അപ്പോൾ അവരൊക്കെ വൈകി എഴുന്നേൽക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് ഉച്ചക്കലത്തെ ഉള്ള ഭക്ഷണമൊക്കെ നേരത്തെ ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ അവരൊക്കെ എഴുന്നേൽക്കുന്ന സമയം കൊണ്ട് നമുക്ക് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ ഞാൻ അതുപോലെയാണ് ചെയ്യുന്നത്. അപ്പോൾ രാവിലത്തെ കറി ഉപ്പേരിയൊക്കെ ആയിക്കഴിഞ്ഞാൽ നമുക്ക് പിള്ളേരൊക്കെ എഴുന്നേൽക്കുന്നതിന് കുറച്ച് നേരം മുമ്പായിട്ട് നമുക്ക് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കൂടി ഉണ്ടാക്കുകയാണെങ്കിൽ അവർക്കും ചൂടോടെ കഴിക്കുകയും ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാനിത് രാവിലെ ഇന്ന് സാമ്പാറും ക്യാരറ്റും ബീൻസും കൂടി തോരനും അതുപോലെ തന്നെ കുറച്ച് കോവയ്ക്ക രാവിലെ ചെടിയിൽ നിന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ മേലെ ടെറസിൽ. അപ്പോൾ അതുകൂടി കോവയ്ക്ക ഉപ്പേരി കൂടി വെക്കാമെന്ന് വിചാരിച്ചിട്ട് അതിനുള്ള ജോലികളൊക്കെ നോക്കിക്കൊണ്ടിരിക്കും. അപ്പോൾ രാവിലെ സാമ്പാറിനുള്ള പ്രിപ്പറേഷനൊക്കെ കഴിഞ്ഞു. കുറച്ച് കുമ്പളങ്ങയും മുരിങ്ങക്കായും അതുപോലെ തന്നെ വഴുതനങ്ങയും കൂടിയിട്ടുള്ള സാമ്പാറായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ അതിനായിട്ട് ചീനച്ചട്ടി വെച്ച് അതിലോട്ട് വലിയുള്ളിയും അതുപോലെ തന്നെ കുറച്ച് ഉലുവ, തക്കാളി, മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടിയൊക്കെ അതൊക്കെ ഇട്ട് വഴറ്റിയതിന് ശേഷം നമ്മുടെ പരിപ്പും കൂടി ഒഴിച്ച് നമ്മുടെ കഷ്ണങ്ങളൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് തിളച്ച് വരുന്ന സമയം കൊണ്ട് നമുക്ക് ക്യാരറ്റും ബീൻസൊക്കെ ഒന്ന് അരിഞ്ഞ് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ക്യാരറ്റും ബീൻസും തോരനൊക്കെ റെഡിയാക്കാം. അപ്പോൾ സാമ്പാറൊക്കെ റെഡിയാവുന്ന സമയം കൊണ്ട് തന്നെ ഞാൻ ഉപ്പേരിക്കുള്ള കഷ്ണങ്ങളൊക്കെ നുറുക്കുക. അതിനോടൊപ്പം തന്നെ സിങ്കിൽ എന്തെങ്കിലുമൊക്കെ പാത്രങ്ങൾ കൂടുകയാണെങ്കിൽ അതും കൂടി ഞാൻ അപ്പം തന്നെ കഴുകി വെക്കാറുണ്ട് കേട്ടോ. അതുപോലെ തന്നെ നമുക്ക് ഇഡ്ഡലിക്ക് മാവാട്ടാനോ അല്ലെങ്കിൽ ദോശയ്ക്കൊക്കെ മാവാട്ടാനൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ അതുകൂടി
രാവിലെ തന്നെയാണ് കേട്ടോ ചെയ്യാറ്. രാവിലെ തന്നെ അതൊക്കെ തീർത്ത് കിച്ചണൊക്കെ ക്ലീൻ ചെയ്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് പിന്നെ ഒരു വൈകിട്ട് വരത്തേനും നമുക്ക് കിച്ചണിലോട്ട് ഒരുപാട് ജോലികളായിട്ട് വരേണ്ട ആവശ്യം വരുന്നില്ല. അതുകൊണ്ട് തന്നെ ഞാൻ രാവിലത്തെ കുക്കിങ്ങും അതുപോലെ തന്നെ ക്ലീനിങ്ങും ഒക്കെ ഒരു 10 മണിയാകുമ്പോഴത്തേനും തീർക്കാനാണ് കേട്ടോ അപ്പോൾ നോക്കുന്നത്. 10 മണിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര ചൂടായിരിക്കും. അപ്പോൾ ആ സമയത്തിനുള്ളിൽ രാവിലത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ നമുക്ക് കുറച്ച് ബാക്കിയുള്ള സമയമൊക്കെ നമുക്ക് വൈകിട്ട് ഉച്ചയ്ക്ക് ഊണൊക്കെ കഴിഞ്ഞ് ഒരു 3-3:30 സമയത്തായിരിക്കട്ടെ ഞാൻ പിന്നെ വൈകിട്ടത്തെ റൊട്ടീൻസൊക്കെ ചെയ്യാൻ തുടങ്ങുള്ളൂ. അപ്പോൾ നമുക്കത് ആ സാമ്പാറൊക്കെ തിളച്ച് വരുന്നുണ്ട്. പാലൊക്കെ കാച്ചി വെച്ചിട്ടുണ്ട്. അപ്പോൾ പാലൊക്കെ കാച്ചി മാറ്റി വെച്ചതിന് ശേഷം ഉപ്പേരിക്കുള്ളതൊക്കെ അരിഞ്ഞു കൊടുക്കുകയാണ്. അതിന് ശേഷം ഞാൻ എന്താ സാമ്പാറിലേക്കുള്ള പുളിയൊക്കെ പിഴിഞ്ഞു കൊടുക്കുന്നുണ്ട്. അതിനൊപ്പം തന്നെ ഞാൻ പാത്രങ്ങളൊക്കെ കഴുകുന്നുണ്ട് കേട്ടോ. കുറച്ച് പാത്രങ്ങൾ വരുന്നതൊക്കെ അപ്പം തന്നെ കഴുകുന്നുണ്ട്. അതുപോലെ തന്നെ ഞങ്ങൾക്ക് രാവിലെ ഇപ്പോൾ ഒന്നും മാവൊന്നും ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് അരി ആട്ടാനൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതും കൂടി ചെയ്യണം. അപ്പോൾ രാവിലത്തെ സാമ്പാറും കറിയൊക്കെ ഒന്ന് മാറ്റി വെച്ചതിന് ശേഷം വേണം ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഓരോന്ന് ചെയ്യാം കേട്ടോ ഞാൻ. അപ്പോൾ രാവിലെ ഉപ്പേരിക്കുള്ളതൊക്കെ ഒന്ന് താളിച്ച് കൊടുക്കുകയാണ്. കടുകും കരിവേപ്പിലയൊക്കെ താളിച്ച് കൊടുത്തതിന് ശേഷം കുറച്ച് അതിലേക്ക് വെളുത്തുള്ളി ചതച്ചതാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. വെളുത്തുള്ളി ചതച്ചതും കൂടി ഇട്ടിട്ട് കുറച്ച് മുളക് പൊടിയും കൂടി ഇട്ടുക. അതിനുശേഷം നമുക്ക് ക്യാരറ്റും ബീൻസും കൂടി അരിഞ്ഞതും കൂടി ഇട്ട് കൊടുത്ത് കുറച്ച് വെള്ളം കൂടി തെളിച്ച് അടച്ച് വെക്കുകയാണെങ്കിൽ നമുക്ക് ഒരു 10 മിനിറ്റിനുള്ളിൽ തന്നെ നമുക്ക് ഉപ്പേരിയൊക്കെ വെന്ത് കിട്ടും കേട്ടോ. അതിനുശേഷം അതേ ചീഞ്ചട്ടിയിൽ തന്നെ കുറച്ച് കോവയ്ക്കയും കൂടി അരിഞ്ഞ് ഞാൻ കോവയ്ക്ക് ഉപ്പേരിക്കും കൂടി ഉള്ളതൊക്കെ ഒന്ന് കഷ്ണമൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മൾ പാത്രങ്ങൾ ഒരുപാട് ഇങ്ങനെ കൂട്ടി വെക്കാതെ അപ്പം തന്നെ പാത്രങ്ങളൊക്കെ കഴുകി വെക്കുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് കുക്കിങ്ങൊക്കെ കഴിഞ്ഞതിന് ശേഷം ഒരുപാട് പാത്രങ്ങൾ അങ്ങനെ കഴുകാനായിട്ട് ഉണ്ടാവില്ല കേട്ടോ. ഞാൻ അങ്ങനെ ചെയ്യാറ്. രാവിലെ തന്നെ നമുക്ക് കുക്കിങ്ങും കൂടി കഴിയുന്നതുകൊണ്ട് തന്നെ നമുക്ക് കിച്ചണിൽ ഒരുപാട് നേരം ഇങ്ങനെ നിൽക്കുന്നതായിട്ട് ഫീൽ ഉണ്ടാവില്ല കേട്ടോ. രാവിലെ നമ്മൾ പിള്ളേരൊക്കെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ നമുക്ക് അവരുടെ കാര്യങ്ങളും കൂടി ഇടയിൽ ചെയ്യുന്നത് കൊണ്ട് തന്നെ നമുക്ക് കുക്കിങ്ങും ഏത് ജോലി ചെയ്യുകയാണെങ്കിൽ ഇങ്ങനെ കുറേ നേരം ആവുന്ന പോലെ ഉണ്ടാവും കേട്ടോ. പിള്ളേരൊക്കെ എഴുന്നേൽക്കുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ ജോലികളൊക്കെ നമ്മൾ തീർത്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് പണികളൊക്കെ പെട്ടെന്ന് തീർക്കണ പോലെ തോന്നും. എന്നിട്ട് നമ്മൾ അതിന് ശേഷം അതിനിടയിൽ നമ്മൾ വേറെ ഒരു ജോലിക്കും പോകണില്ല അല്ലേ, വേറെ എന്തെങ്കിലും കാര്യത്തിനായിട്ട് നമ്മൾ അടുക്കളയിൽ നിന്ന് മാറി നിൽക്കുന്നില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ കുക്കിങ്ങൊക്കെ പെട്ടെന്ന് തീരും കേട്ടോ. ഒരു 1/4 മണിക്കൂറുണ്ടെങ്കിൽ നമുക്ക് സാമ്പാറും ഉപ്പേരിയൊക്കെ ആക്കാം. അതുപോലെ തന്നെ ഫിഷും ചിക്കനൊക്കെ വെക്കുന്നവരാണെങ്കിൽ കൂടി നമുക്ക് വേഗം ആ പണികളൊക്കെ തീർത്തിട്ട് നമുക്ക് ബാക്കിയുള്ള രാവിലത്തെ കാര്യങ്ങളിലോട്ട് പോവുകയാണെങ്കിൽ നമുക്ക് ഉച്ചക്കത്തെയും കഴിയും. രാവിലത്തെ കുക്കിംഗ് കൂടി കഴിഞ്ഞാൽ ഒന്നിച്ച് കിച്ചണൊന്ന് ക്ലീൻ ചെയ്ത് ഇടുകയാണെങ്കിൽ നമുക്ക് വൈകിട്ട് വരെ കിച്ചൺ ക്ലീൻ ആയിട്ടിരിക്കും കേട്ടോ. അപ്പോൾ ഞാൻ അങ്ങനെ ചെയ്യാറ്. അതുപോലെ തന്നെ നമ്മളിങ്ങനെ കഷ്ണങ്ങളൊക്കെ നുറുക്കുകയാണെങ്കിൽ അതൊക്കെ ഒരു പ്ലേറ്റിലിട്ടിട്ട് അപ്പം തന്നെ മാറ്റിയെടുത്തേക്കും. നമ്മൾ വീതനയിലെ കൗണ്ടർ ടോപ്പിലൊക്കെ ഒരുപാട് ഇങ്ങനെ മെസ്സി ആക്കാതെ ഒരു പ്ലേറ്റിലോട്ട് അതൊക്കെ അപ്പം തന്നെ വാരി ഇടുകയാണെങ്കിൽ നമുക്ക് കിച്ചണ് അത്രയ്ക്ക് അങ്ങോട്ട് ഡീപ്പ് ക്ലീൻ ചെയ്യേണ്ടി വരില്ല കേട്ടോ. നമ്മൾ അപ്പം തന്നെ നമ്മളത് വൃത്തിയാക്കി മാറ്റി. ഞാനിങ്ങനെ പച്ചക്കറി അരിഞ്ഞതൊക്കെ ഞാൻ ചെടിയിൽ ഇട്ട് കൊടുക്കാറ് കേട്ടോ ചെയ്യാറ്. അപ്പോൾ ടെറസിൽ കുറച്ച് ചെടികളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ഞാൻ ആ ചെടിയിൽ ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിന് ശേഷം ഉപ്പേരിയും സാമ്പാറൊക്കെ ആവുന്ന സമയം കൊണ്ട് തന്നെ ഞാൻ അരി ആട്ടാനുള്ളതൊക്കെ ഒന്ന് ഗ്രൈൻഡറിൽ ഇട്ട് കൊടുക്കുകയാണ്. അരിയൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം ഞാൻ ബാക്കിയുള്ള അടുക്കളയിലുള്ള പാത്രങ്ങളൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാം. അതുപോലെ പാത്രം കഴുകുക, അതുപോലെ കൗണ്ടർ ടോപ്പൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യുകയൊക്കെ ചെയ്യും കേട്ടോ. അപ്പോൾ അപ്പോഴത്തേനും നമുക്ക് മാവൊക്കെ ഒന്ന് പൊന്തി ഉഴുന്നൊക്കെ ഇട്ടൊന്ന് പൊന്തി വരും. അപ്പോൾ അതും ആവും. ആ സമയം കൊണ്ട് തന്നെ നമ്മുടെ കുക്കിങ്ങും ഒക്കെ കഴിയും കേട്ടോ. ഇപ്പോൾ ഞാനിത് കേട്ടോ ഗ്രൈൻഡറിൽ ഉഴുന്നൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം രാവിലെ കുക്ക് ചെയ്ത പാത്രങ്ങളൊക്കെ ഒന്ന് ചെറിയ പാത്രത്തിലോട്ട് നമ്മൾ കുക്ക് ചെയ്തൊക്കെ ഒന്ന് മാറ്റിയിട്ട് ആ പാത്രങ്ങളൊക്കെ കുക്ക് ചെയ്ത പാത്രങ്ങളൊക്കെ അപ്പം തന്നെ ഒന്ന് കഴുകി വെക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇല്ലെങ്കിൽ ഇനി രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിയുമ്പോൾ ഒന്നുകൂടി നമ്മൾ കഴിച്ച പാത്രങ്ങൾ മാത്രമേ കഴുകാനുണ്ടാവുള്ളൂ. അപ്പോൾ നമ്മൾ കുക്ക് ചെയ്ത പാത്രങ്ങളൊക്കെ അപ്പം തന്നെ കഴുകി മാറ്റി വെക്കുകയാണെങ്കിൽ നമുക്ക് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച കിണ്ണങ്ങൾ മാത്രമേ ഉണ്ടാവുള്ളൂ കേട്ടോ കഴുകാനായിട്ട്. അപ്പോൾ കുക്കിങ്ങൊക്കെ കഴിഞ്ഞു, പാത്രങ്ങളൊക്കെ കഴുകി ഞാൻ വൃത്തിയാക്കി, ഗ്യാസൊക്കെ ഒന്ന് വൃത്തിയാക്കി എല്ലാ പാത്രങ്ങളും ചെറിയ കുക്ക് ചെയ്തതൊക്കെ ഒന്ന് ചെറിയ പാത്രത്തിലോട്ടൊക്കെ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകിയതിന് ശേഷം പിന്നെ അപ്പോഴത്തേനും ഉഴുന്നൊക്കെ നന്നായിട്ട് അരിഞ്ഞ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഉഴുന്നൊക്കെ ഒന്ന് പാത്രത്തിലോട്ട് മാറ്റിയതിന് ശേഷം ഞാൻ അരിയൊക്കെ ഒന്ന് കഴുകിയിട്ട് കൊടുക്കും കേട്ടോ ഗ്രൈൻഡറിൽ. അപ്പോൾ അരിയൊക്കെ ഒന്ന് കഴുകിയിട്ട് അത് അരയണ സമയം കൊണ്ട് നമുക്ക് അരിയാകുമ്പോൾ നമുക്ക് അത്രയ്ക്ക് നോക്കേണ്ട ആവശ്യം വരില്ല. ഉഴുന്നാകുമ്പോൾ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് വെള്ളം തെളിച്ച് കൊടുക്കണമായിരുന്നു. അപ്പോൾ ഞാൻ പാത്രം കഴുകുന്ന സമയത്ത് തന്നെ ഉഴുന്നൊക്കെ അരയ്ക്കാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് പാത്രം കഴുകുന്നതിൻ്റെ ഇടയിൽ തന്നെ നമുക്ക് ഉഴുന്നിൽ ഇത്തിരി വെള്ളമൊക്കെ തെളിച്ച് കൊടുക്കാനൊക്കെ പറ്റും കേട്ടോ. അപ്പോൾ കിച്ചണിൽ
ഇപ്പോൾ പാത്രം കഴുകലും കൗണ്ടർ ടോപ്പൊക്കെ ക്ലീൻ ചെയ്യലൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ അരി കഴുകിയിട്ട് ഗ്രൈൻഡറിൽ ഇട്ട് കൊടുക്കും. അപ്പോൾ ആ അരി അരയുന്ന സമയം കൊണ്ട് നമുക്ക് പാത്രത്തിലുള്ള വെള്ളം നമുക്ക് അറിയാമല്ലോ എത്ര വെള്ളം വേണ്ടി വരും. ആ വെള്ളം കൂടി ഒഴിച്ചെടുത്ത് ഞാൻ അരി അരയണ സമയം കൊണ്ട് ഞാൻ രാവിലത്തെ വാഷിംഗ് മെഷീനിലുള്ള തുണികളൊക്കെ ഒന്ന് ഉണങ്ങാനിടുക, അതുപോലെ തന്നെ അടിച്ചു വാരുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് കഴിഞ്ഞ് വരുമ്പോഴത്തേനും നമുക്ക് കറക്റ്റ് അരി പാകത്തിന് അരഞ്ഞിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ അരിയൊക്കെ ഒന്ന് വാങ്ങിയ ശേഷം മാവൊക്കെ ഒന്ന് കലക്കി വെക്കുകയാണ് കേട്ടോ ചെയ്യാറ്. അപ്പോൾ രാവിലെ അധികവും ഞാൻ രാവിലെയാണ് മാവൊക്കെ അരയ്ക്കാനിടുക, അല്ലെങ്കിൽ വൈകിട്ടത്തേനും നമ്മൾ ഇതേപോലെ കുക്കിങ്ങൊക്കെ കഴിഞ്ഞ് വൈകിട്ടത്തെ ക്ലീൻ ചെയ്യണ സമയങ്ങളിലായിരിക്കും കേട്ടോ അരയ്ക്കാനിടുക. അപ്പോൾ രാവിലത്തെ കുക്കിങ്ങൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ പാത്രത്തിലോട്ട് ചെറിയ പാത്രത്തിലോട്ടൊക്കെ കുക്ക് ചെയ്തതൊക്കെ മാറ്റി വെച്ചിട്ടുണ്ട്. പാത്രങ്ങളൊക്കെ കഴുകി മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ കിച്ചണൊക്കെ ക്ലീൻ ആയിട്ടുണ്ട്. അപ്പോൾ കിച്ചണത്തെ പണികളൊക്കെ കഴിഞ്ഞു കേട്ടോ. അപ്പോൾ അതിന് ശേഷം ഞാൻ പോയിട്ട് ബാക്കിയുള്ള പുറത്തത്തെ അടിച്ചു വാരലും ഉണങ്ങാനിടലൊക്കെ കഴിഞ്ഞിട്ട് വരും. അപ്പോഴത്തേനും നമ്മുടെ അരിയൊക്കെ അരഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അരിയൊക്കെ അരിഞ്ഞതിന് ശേഷം ഞാൻ അതൊക്കെ ഒന്ന് മാറ്റി പകുതി ഉപ്പിട്ട് വയ്ക്കും കേട്ടോ. പകുതി ഉപ്പിട്ടിട്ട് നമ്മൾ വൈകിട്ടത്തേക്ക് മാറ്റി വയ്ക്കും. ബാക്കിയുള്ള മാവ് ഞാൻ ഉപ്പിടാതെ ഫ്രിഡ്ജിൽ വയ്ക്കുകയാണ് കേട്ടോ ചെയ്യാറ്. അപ്പോൾ നമുക്ക് അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് മാവ് ഇങ്ങനെ പുളിച്ച് വരാതെ നമുക്ക് ആവശ്യമുള്ള സമയത്ത് മാത്രം ഉപ്പിട്ടിട്ട് നമുക്ക് യൂസ് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ ഞാൻ അരിയൊക്കെ കഴുകിയിട്ടൊന്ന് ഗ്രൈൻഡറിൽ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതുകൂടി കഴിഞ്ഞാൽ നമുക്ക് കിച്ചണത്തെ പണികളൊക്കെ കഴിഞ്ഞു. അതിനോടൊപ്പം തന്നെ ഗ്രൈൻഡറൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് അവിടെയൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കി കഴിഞ്ഞാൽ കിച്ചണൊന്നും ഇങ്ങനെ മെസ്സി ആവാതെ നമ്മൾ അരി ഉഴുന്നൊക്കെ അരച്ച് കഴിഞ്ഞാൽ നമ്മൾ ഗ്രൈൻഡറൊക്കെ അപ്പം തന്നെ കഴുകാൻ ശ്രമിക്കുക കേട്ടോ. അതുകൊണ്ട് നമ്മൾ മറന്നു പോവുകയാണെങ്കിൽ പിന്നെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ മറന്നു പോവുകയാണെങ്കിൽ അത് ഉണങ്ങിയതിന് ശേഷം നമുക്ക് ഗ്രൈൻഡറൊക്കെ കഴുകാൻ നല്ല ബുദ്ധിമുട്ടായിരിക്കും. ഞാൻ എപ്പോഴും ഗ്രൈൻഡറിൽ അരി ഉഴുന്നൊക്കെ അരച്ച് കഴിഞ്ഞാൽ കൈയോടെ തന്നെ മാവും കലക്കി വെച്ച് അതിന് ശേഷം ഗ്രൈൻഡറൊക്കെ ഒന്ന് തുടച്ച് ആ കല്ലൊക്കെ ഒന്ന് കഴുകി അപ്പം തന്നെ വെക്കാറാണ് കേട്ടോ ചെയ്യാറ്. അപ്പോൾ ഞാൻ ഗ്രൈൻഡർ കഴുകണത് എങ്ങനെയെന്ന് വിചാരിച്ചാൽ ഗ്രൈൻഡർ നമ്മൾ എളുപ്പത്തിൽ കഴുകാൻ വേണ്ടിയിട്ട് നമ്മൾ ഗ്രൈൻഡർ മാവൊക്കെ എടുത്തു കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഗ്രൈൻഡർ സ്വിച്ച് ഓൺ ആയിരിക്കുമ്പോൾ തന്നെ ഞാൻ അതിലോട്ട് നിറയെ വെള്ളം ഒഴിക്കും കേട്ടോ. നിറയെ വെള്ളം ഒഴിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ഗ്രൈൻഡർ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ നമ്മുടെ കൈ കൊണ്ട് ഇങ്ങനെ ഒന്ന് ഇതാക്കി കൊടുക്കുകയാണെങ്കിൽ നമ്മൾ അതിലുള്ള മാവും നമ്മൾ ആ സൈഡിലോ അല്ലെങ്കിൽ കല്ലിലൊക്കെ ഉള്ള മാവൊക്കെ ഒന്ന് ക്ലീനായിട്ട് ആ വെള്ളത്തിൽ കലങ്ങിക്കോളൂ. അപ്പോൾ നമ്മൾ ഗ്രൈൻഡർ വെള്ളം ആക്കാതെ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് എടുത്ത് കഴുകുകയാണെങ്കിൽ നമുക്കത് സ്ക്രബ് ചെയ്ത് നമുക്കൊരു ബുദ്ധിമുട്ടാണല്ലേ മാവാട്ടി ഗ്രൈൻഡറൊക്കെ ഒന്ന് കഴുകാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മളിങ്ങനെ വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് അതിനെ നമ്മൾ ഗ്രൈൻഡർ ഓടുമ്പോൾ തന്നെ കൈകൊണ്ട് ഇങ്ങനെ തിരിച്ച് വിടുകയാണെങ്കിൽ നമുക്ക് മാവൊക്കെ ആ വെള്ളത്തിൽ കലർന്നിട്ട് നമുക്ക് ഗ്രൈൻഡർ അപ്പം തന്നെ നല്ല ക്ലിയർ ആവും. അപ്പം പിന്നെ എടുത്തിട്ട് നമുക്കതൊന്ന് വെറുതെ വെള്ളത്തിൽ വാഷ് ചെയ്താൽ മതി. ഗ്രൈൻഡർ കഴുകാൻ എളുപ്പമാണ് കേട്ടോ. അപ്പോൾ എപ്പോഴും ഞാൻ അങ്ങനെ ചെയ്യാറ്. അങ്ങനെ നിറയെ വെള്ളം ഒഴിച്ച് കൊടുക്കും. അതിന് ശേഷം നന്നായിട്ട് നമ്മുടെ കൈ കൊണ്ട് തന്നെ ഒന്ന് നന്നായിട്ട് തേച്ച് കൊടുക്കുകയാണെങ്കിൽ അതിലുള്ള മാവ് ഒട്ടി നിൽക്കുന്ന മാവും സൈഡിലുള്ള മാവും അതുപോലെ കല്ലിന് ഇടയിലൊക്കെ ആയിട്ട് നിറയെ മാവുണ്ടാവില്ലേ, അതൊക്കെ നന്നായിട്ട് ഇങ്ങനെ വരും കേട്ടോ. അതിന് ശേഷം നമ്മളൊന്ന് എടുത്ത് കഴുകുകയാണെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് കഴുകാൻ പറ്റും. ഒരുപാട് ബുദ്ധിമുട്ടില്ലാതെ നമുക്കൊന്ന് ഫ്രീ ആയിട്ട് വെറുതെ വെള്ളം കൊണ്ട് കഴുകിയാൽ തന്നെ ഗ്രൈൻഡർ ക്ലീൻ ആയി കിട്ടും കേട്ടോ. അതുപോലെ തന്നെ നമ്മൾ ഗ്രൈൻഡറൊക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അപ്പം തന്നെ വൃത്തിയായിട്ട് കഴുകി ഗ്രൈൻഡറൊക്കെ തുടച്ച് മാറ്റി വയ്ക്കുക കേട്ടോ. ഒരുപാട് കാലം നമുക്കത് ഗ്രൈൻഡർ കേട് കൂടാതെ ഇരിക്കാൻ നമ്മൾ ഒരുപാട് ഇങ്ങനെ വെള്ളം ആക്കാതെ അതങ്ങനെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ കഴുകാതെ നമ്മൾ മാറ്റി വയ്ക്കുക. പിന്നെ നമ്മളത് മറന്നു പോകും അല്ലേ. അപ്പോൾ അപ്പം തന്നെ കഴുകിയിട്ടില്ലെങ്കിൽ നമ്മളത് മറന്നു പോകും. അപ്പോൾ നമ്മൾ ഗ്രൈൻഡറിൽ മാവ് അരച്ചതും നമ്മളത് കഴുകി വെക്കുകയാണെങ്കിൽ ഗ്രൈൻഡർ ക്ലീൻ ആയിരിക്കും. അതുപോലെ അതിൽ ഫംഗസ് വരാതിരിക്കണം. നമ്മളിപ്പോൾ മാവോടെ അങ്ങനെ തന്നെ വെക്കുകയാണെങ്കിൽ നമുക്ക് അതിൽ ഫംഗസ് വരാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ഗ്രൈൻഡർ എപ്പോഴും നമ്മൾ മാവാട്ടി കഴിഞ്ഞാൽ ഉടനെ തന്നെ ഗ്രൈൻഡർ കഴുകുന്നതായിട്ട് നമുക്ക് ഹെൽത്തി ആയിട്ടുള്ള കാര്യം. അല്ലാതെ നമ്മൾ മാവ് അങ്ങനെ നാളെ കഴുകുക അങ്ങനെയെന്ന് വിചാരിച്ചിട്ട് വെക്കുകയാണെങ്കിൽ നമുക്കതിൽ ഫംഗസ് വരാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ഗ്രൈൻഡറൊക്കെ എപ്പോഴും യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ക്ലീൻ ആയിട്ട് വെക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ എന്താ വെള്ളം ഒഴിച്ച് അങ്ങനെ കഴുകിയത് കൊണ്ട് തന്നെ എനിക്കിപ്പോൾ സോപ്പോ സ്ക്രബോ ഒന്നും യൂസ് ചെയ്യേണ്ടി വരുന്നില്ല. നമ്മൾ എന്തായാലും ഒന്നരാടം കൂടുമ്പോൾ ഒക്കെ മാവാട്ടുന്നതുകൊണ്ട് തന്നെ എപ്പോഴും ക്ലീൻ ആയിട്ട് തന്നെയാണ് കേട്ടോ ഗ്രൈൻഡർ ഉണ്ടാവുക. അതുകൊണ്ട് ഇപ്പോൾ നമുക്ക് വെറുതെ ഒന്ന് കൈ കൊണ്ട് കഴുകിയാൽ തന്നെ നമുക്ക് ക്ലീൻ ആയിട്ട് കിട്ടും കേട്ടോ ഗ്രൈൻഡറൊക്കെ. അപ്പോൾ ഗ്രൈൻഡറൊക്കെ ഒന്ന് കഴുകി മാറ്റി വെച്ചതിന് ശേഷം ഇനി ഇതൊന്ന് വെള്ളമൊക്കെ ഒന്ന് വാർന്ന് ഉണങ്ങിയതിന് ശേഷമാണ് കേട്ടോ ഗ്രൈൻഡറിലോട്ട് എടുത്ത് വെക്കുക. അതുവരെ ഞാൻ ഇങ്ങനെ വൈകിട്ട് വരെ ഇങ്ങനെ കുറച്ച് ഉണങ്ങാൻ വേണ്ടി വെക്കും. അതിന് ശേഷം നമ്മൾ ഗ്രൈൻഡറിലോട്ട് എടുത്ത് വെക്കണം. അങ്ങനെയാണ് കേട്ടോ ചെയ്യാറ്. അപ്പോൾ ഗ്രൈൻഡറിൻ്റെ കല്ലൊക്കെ ഒന്ന് കഴുകിയതിന് ശേഷം ഗ്രൈൻഡറും അങ്ങനെ തന്നെ
ഒരു ചെറിയ നനഞ്ഞ തുണി കൊണ്ട് ഒന്ന് തുടച്ച് വൃത്തിയാക്കുകയാണെങ്കിൽ ഗ്രൈൻഡറൊക്കെ എപ്പോഴും വൃത്തിയായിട്ട് ഇരിക്കും കേട്ടോ. അപ്പോൾ ഞാൻ അതുപോലെ തന്നെയാണ് എപ്പോഴും ചെയ്യാറ്. അപ്പോൾ ഗ്രൈൻഡർ വാങ്ങിയിട്ട് 14 വർഷം കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ഇതുവരെയും കേട് വന്നിട്ടില്ല. ചിലപ്പോൾ ഇങ്ങനത്തെ ചെറിയ ഗ്രൈൻഡറൊക്കെ വാങ്ങിക്കഴിഞ്ഞാൽ എപ്പോഴും വേഗം കേട് വരും, അങ്ങനെയൊക്കെയാണ് എല്ലാവരും പറഞ്ഞു കേട്ടിരിക്കുന്നത് കേട്ടോ. ഞാൻ വാങ്ങുമ്പോൾ തന്നെ എൻ്റെ കൂടെ ഉള്ളവരൊക്കെ വാങ്ങി അവർക്കൊക്കെ 2-3 വർഷം ആകുമ്പോഴത്തേനും ഗ്രൈൻഡറൊക്കെ കേട് വന്ന് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ഇത് ഞാൻ വാങ്ങിയിട്ട് 14 വർഷമായി, ഇപ്പോഴും ഗ്രൈൻഡർ അറിയുന്നുണ്ട് കേട്ടോ. അതുമാത്രമല്ല ഇതിൽ ഈ ടയർ കൂടി ഇല്ലാണ്ടാണ് കേട്ടോ ഇതിൽ ഓടുന്നത്. ടയർ 2 പ്രാവശ്യം ഇങ്ങനെ പൊട്ടിപ്പോയിട്ട് പിന്നെ ഞാനത് ടയർ ഇല്ലാതെ അരച്ച് നോക്കുമ്പോൾ അരയുന്നുണ്ട്. അപ്പോൾ ഞാൻ ആ ടയർ ഇല്ലാതെ തന്നെ ഇത് ഗ്രൈൻഡർ നന്നായിട്ട് അരയുന്നുണ്ട്. അപ്പോൾ അത് ഗ്രൈൻഡറൊക്കെ ഒന്ന് തുടച്ച് ക്ലീൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് കിച്ചണും മാവ് അരച്ച ഗ്രൈൻഡറും എല്ലാം ക്ലീൻ ആയിട്ടുണ്ട്. ഇപ്പോൾ സമയം ഒരു 9:30 ആവുന്നേ ഉള്ളൂ കേട്ടോ. 9:30 ആകുമ്പോഴത്തേനും തന്നെ എൻ്റെ കുക്കിങ്ങും ഉച്ചയ്ക്കത്തെ കുക്കിങ്ങും രാവിലത്തെ മാവാട്ടലും അടിച്ച് വരലും ഉണങ്ങാടലും എല്ലാം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കിച്ചണൊക്കെ ക്ലീൻ ആയിട്ടുണ്ട്. ഇതിന് ശേഷം ഇനി രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്ന ജോലി മാത്രമേ ഉള്ളൂ. അപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നത് ഞാൻ ഷൂട്ട് ചെയ്തിട്ടില്ല. അപ്പോൾ പിള്ളേരൊക്കെ എഴുന്നേറ്റ് കൊണ്ട് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നത് ഞാൻ ഷൂട്ട് ചെയ്തില്ല. അപ്പോൾ രാവിലെ ചപ്പാത്തിയും ഉള്ളിക്കറിയായിരുന്നു, അതൊക്കെ കഴിച്ചു. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. എൻ്റെ രാവിലത്തെ കാര്യങ്ങളൊക്കെ ഇത്രയൊക്കെ ആയിരുന്നു. അപ്പോൾ എൻ്റെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെട്ടുവെങ്കിൽ എൻ്റെ വീഡിയോസൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക കേട്ടോ. അപ്പോൾ വീണ്ടും ഒരു അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. അതുവരെയ്ക്കും എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക കേട്ടോ.